അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്നാലും ഭയങ്കര അതിശയം തന്നെ എൻ്റെ അമ്മ. തലവേദന എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അമ്മ ഇരുന്നു അല്ലേ? എന്നിട്ട് അവിടെ വീഡിയോ മുമ്പ് വരുമ്പോഴേക്കും അമ്മ കറക്റ്റായല്ലോ. പക്ഷെ കണ്ണിൽ കുറച്ച് അറിയുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതെന്താണ് ആ മഴയൊക്കെ വന്ന് മഴക്കാരൊക്കെ നനഞ്ഞ് അതിൻ്റെ ഒരു സംഭവമാണ് അല്ലേ? പക്ഷെ എന്നാലും വിടത്തില്ല എന്നൊരു വാശിയിൽ വന്നിരിക്കുകയാണ്. വരണം, ചെയ്യണം. പറ്റില്ലാന്ന് വിചാരിച്ചു. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഭയങ്കര തലവേദന. അയ്യോ, ഒന്നിപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടിരുന്നു. പിന്നെ ഇരുട്ട് മൂടി കെട്ട ക്ലൈമറ്റും അതിന്റെ ഇടയ്ക്കിടയ്ക്ക് മിനിറ്റിന് പോണ കറണ്ടും അല്ലേ? എന്നാലും ഞാൻ വന്നു. എന്നാലും വരും. അതാണ് അമ്മ കുട്ടിയല്ലമ്മ. പിന്നെ അവരെ കാണണ്ടേ? അതന്നെ, അവർക്ക് എല്ലാം കാണണ്ടേ? അതന്നെയാണ്. നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം മനസ്സുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെന്നെയാണല്ലോ അമ്മക്കുട്ടി ഉഷാറായി. ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോഴേക്ക് അമ്മ ശരിയായി അല്ലേ? അപ്പൊ എന്താണ് അമ്മ അന്നത്തെ പേര്? കായ് ബീൻസും കൂടി ഒരു മെഴുക്ക് പുരട്ടിയാണ്. തോരനോ മെഴുക്ക് പുരട്ടിയോ, എനിക്ക് അങ്ങനെ വേറെ അങ്ങനെ പറയാൻ എനിക്ക് അറിയില്ല. ഇവിടെയൊക്കെ പറയില്ലേ, ചിലതിന് മെഴുക്ക് പുരട്ടി എന്ന് പറയണം, ചിലതിന് ഞങ്ങളുടെ അവിടെയൊക്കെ ഉപ്പേരി വന്നിട്ട് എനിക്ക് അത് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഉപ്പേരി. അപ്പൊ ഇതിന് കായ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, കായ നീളത്തിന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ബീൻസ് പുറത്തുണ്ട്. ബീൻസ് ഇങ്ങനെ രണ്ടാക്കി പൊടിച്ചിട്ട് ഇങ്ങനെ നീളത്തിലുണ്ട്. പിന്നെ ഒരു ഉണക്കമുളക്, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി ചതച്ചത്, വെളുത്തുള്ളിയും ചതച്ചതാണ്. കടുക് പിന്നെ നമ്മൾ ഇടുമല്ലോ, പിന്നെ വേണമല്ലോ. അപ്പൊ ഇത്ര മട്ടുന്ന പോതും അതൊക്കെ കുറച്ച് എണ്ണ. അപ്പൊ കുറച്ച് എണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പൊ ഇന്ന് മഴ എങ്ങനെയുണ്ട് അമ്പുജമ്മ? നല്ല മഴ. ഇരുട്ട് മൂടിയില്ല. പിന്നെ ചുറ്റുവട്ടം ഒക്കെ നോക്കുമ്പോ എല്ലായിടത്തും വെള്ളം അല്ലേ? അപ്പൊ 2018 ഓർമ്മ വരുമ്പോൾ ഒരു സീന്. പകുതി അമ്മ പേടിച്ചു പോണു. രാത്രി പെയ്ത മഴ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ സൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഭീകരമായ മഴ അല്ലേ? ആകാശത്ത് ചെറിയൊരു ഓട്ട വീണിട്ട് അവിടെ പേടിച്ചമ്മ മഴ പെയ്തപ്പോ? അതാ അല്ല, അപ്പൊ മഴ ഇങ്ങനെ ഭയങ്കര കനത്തിൽ പെയ്യുമ്പോഴേ എനിക്കൊരു സംശയം വന്നു. എനിക്ക് ചെറിയൊരു സംശയം വന്നു. അമ്മ ഉറങ്ങിയില്ലേ മഴ പെയ്ത് കണ്ടത്? ഇന്നലെ രാത്രി തന്നെ മുങ്ങുന്നു വിചാരിച്ചോ നാട്? അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ, പേടിക്കണ്ട കേട്ടോ. അല്ല, ഭയങ്കര മഴ മണിക്കൂർ കണക്കിന് നിന്നില്ലേ? അപ്പൊ അമ്മക്ക് ചെറിയൊരു പേടി വന്നോ? സത്യം പറ, അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? അല്ല അമ്മ, സത്യം പറ, അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ അതോ കടന്നുറങ്ങിയോ? കമ്പിളി പോയിച്ച് അതിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പേടിച്ച് വരച്ചിട്ട്. അതെ, പറയൂ എങ്ങനെയായിരുന്നു ഒന്ന്. അമ്മയ്ക്ക് വരുത്തതെന്നോ ആർക്കും വരുത്തതെന്നോ? അങ്ങനെ. പേടിപ്പനി മറ്റോ വന്നമ്മ? അല്ല, മുഖം കാണുമ്പോൾ പേടിപ്പനി വന്ന പോലെ ഉണ്ട് അമ്മയ്ക്ക്. ഈ തലവേദനയ്ക്ക് എന്തിനാ വന്ന? തലവേദന എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് തലവേദനയൊക്കെ വലിയ അതിനൊരു കാരണമൊക്കെ ഉണ്ടാവും. അല്ല, പ്രത്യേകിച്ച് ഇന്നലത്തെ ആ ഭീകരമായ മഴയും ഇന്നിപ്പോൾ കുറച്ചു നേരം വരെ പെയ്ത മഴയും ഈ ഇരുട്ട് മൂടി കെട്ടലൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു പേടിയായോ? വീട് തിരിയും പേടിച്ചില്ല അല്ലേ? ഇല്ല അല്ലേ? നന്നായി. അച്ഛൻ അങ്ങനെ പറയണ കേട്ടു. ഉറങ്ങിയിട്ടില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന്. അതെന്താ അമ്മയ്ക്ക് മാത്രം ഇത്ര പേടി? അപ്പുറത്തെ റൂമിൽ ഞാനുണ്ടല്ലോ, എനിക്ക് പേടിയാവണ്ടേ? നമുക്ക് ഈ ഭീകര അന്തരീക്ഷം ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ അല്ലേ? മനസ്സിൽ തോന്നുകയാണ്. എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായതല്ലേ
ഇതൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടായതല്ലേ. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവരുതേ എന്നുള്ളൊരു തീർച്ചയായിട്ടും ഒരുപാട് മഴയൊക്കെ പെയ്യുമ്പോൾ എല്ലാവരുടെ മനസ്സിലും അത് തന്നെയാണ് പ്രാർത്ഥന. അപ്പത്തിന് ഉപ്പ്. കാരണം കേരളമാണ് മക്കളെ ഒരുപാട് അനുഭവിക്കാന്നുള്ള പേടി അല്ലമ്മ. അങ്ങനൊരു പേടി ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ. അപ്പോൾ ഒരിത്തിരി മഞ്ഞപ്പൊടി, നമ്മുടെ ഒരു ചെറിയ രാജ്യമല്ലേ, അവിടെ ഒന്നും അധികമാവാൻ പാടില്ല. മഞ്ഞപ്പൊടി ഇട്ട് നമ്മളത് അടച്ചു. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. പെട്ടെന്നാണ്, അതിന് വേവൊന്നുമില്ല, പെട്ടെന്ന് വേവും. ഒരു ആവി കയറിയത് വേവും, മനസ്സിലായി. ഇപ്പോൾ ഇടയ്ക്കൊരു ചോദ്യം അമ്മേനോട് ചോദിക്കാനുള്ള സമയത്തുണ്ടോ, അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ല? ചോദിക്കാനോ അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ പറ്റുമോ അതോ ഇത് കഴിഞ്ഞിട്ടാണ് ചോദിക്കാൻ പാടുള്ളൂ? അല്ല, ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെച്ചില്ലേ, ഒരു തുള്ളി വെള്ളം ഒന്ന് തെളിച്ച് വെക്കാൻ മതി. ചോദ്യമല്ല, ചോദ്യം എൻ്റെ തന്നെ ഉത്തരം എൻ്റെ തന്നെയാണ്. എന്നിട്ട് അതിന് അമ്മയ്ക്ക് വല്ല ചോദ്യം ഉത്തരം ഉണ്ടെങ്കിൽ അമ്മ പറയും കേട്ടോ. എൻ്റെ അമ്മ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ അമ്മയും കൂടി വെറുതെ ഇങ്ങനെ നിന്നാൽ മതി. അതുകൊണ്ട് പറയാണ്, അമ്മേനെയും കൊണ്ട് എനിക്ക് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്. അല്ലാണ്ട് എന്നെക്കൊണ്ട് അമ്മയ്ക്ക് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ അല്ല. ഇല്ലില്ല, അത് വെറുതെ പറയണം. അങ്ങനെയല്ല, നമുക്കൊന്നും ആരെ കൊണ്ടും കിട്ടുന്നതല്ല, ഓരോരുത്തരെ കൊണ്ട് ഓരോരുത്തർ പഠിക്കുന്നതാണ്. ആരെ കൊണ്ട് കിട്ടുന്നതെന്നല്ലാതല്ല, എല്ലാം ഓരോരുത്തരെ കൊണ്ട് ഓരോ ഉപകാരങ്ങൾ മനുഷ്യരുണ്ട്. ലോകം തന്നെ അങ്ങനെ, നമ്മൾ ജനിക്കുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല. അതെ, നമുക്കെല്ലാം ഇവിടുന്ന് കിട്ടുന്നതാവും. നമ്മുടെ നിസാരമെന്ന് കരുതുന്ന ഒരു നിസാരപ്പെട്ട സംഭവങ്ങളും കൂടി ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ടാവും. എല്ലാവർക്കും കിട്ടുന്നത് ഇവിടുന്ന് തന്നെ അല്ലേ. ഇപ്പോൾ ലോകം മുഴുവൻ ഓടുന്നത് ഒന്നിൻ്റെ പിന്നാമ്പർത്താണ്. എന്തിൻ്റെ പിന്നാമ്പർത്താ? ഒന്നാമനാവാൻ. എന്താണ് ഒന്നാമനാവത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരയോ? അമ്മ എന്ന് പറയുന്ന ചുറ്റം ഒരാൾക്കാരുണ്ടെങ്കിൽ അതാണ് ബന്ധു എന്നാണ് വിശ്വാസം. യഥാർത്ഥ ബന്ധു ആരറിയോ? യഥാർത്ഥ ബന്ധു നിനക്ക് നീ തന്നെയാണ്. നീ നിന്റെ ബന്ധുവാണ് ആദ്യം. നീ നിന്റെ ബന്ധുവായ മാത്രമാണ് നിനക്ക് ചുറ്റും കുറെ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലേ? അതേപോലെ ഒന്നാമനാരാകുന്ന രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ജീവിത സാഹചര്യങ്ങളിൽ തകർന്ന് തരിപ്പണായിട്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന വ്യക്തിയുണ്ടല്ലോ, അവനാണ് ജീവിതത്തിൽ ഒന്നാമൻ. പിന്നെ ജീവിതത്തിൽ ഒന്നാമൻ ആരാന്ന് ചോദിക്കും. അതാരാന്ന് പറഞ്ഞാൽ, സ്വയം ദുഃഖിച്ചു കൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുന്നവൻ, അവനാണ് മൂന്നാമത് നമ്മൾ ഒന്നാമെന്ന് പറയാം. നാലാമത് ചോദിക്കാറാ ഒന്നാമെന്ന്? നാലാമത് ആരാന്ന് പറഞ്ഞാൽ, ജീവിത പ്രതിസന്ധികളൊക്കെ നമുക്കിങ്ങനെ തരണം ചെയ്ത് എല്ലാ കഷ്ടങ്ങളും സഹിച്ച് നമ്മുടെ റിഫ്ലക്ഷനായിട്ട് ഈ ഭൂമിയിൽ മറ്റുള്ള ഒരു ജീവനും കൂടി നൽകി മാറി നിന്ന് ആസ്വദിക്കുന്ന രണ്ട് ജന്മങ്ങളുടെ പേരാണ് ഒന്നാമർ. മനസ്സിലായില്ലേ? അതാണ് അച്ഛനും അമ്മയും. നിസ്വാർത്ഥമായി കൊടുത്ത് അതിൽ നിന്നും അവരറിയാതെ പറയണം, എൻ്റെ അച്ഛൻ കാരണം കൊണ്ട്, എൻ്റെ അമ്മ കാരണം കൊണ്ട് ഞാൻ വളർന്നു വലുതായി, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പഠിച്ചു, ഞാൻ നടക്കാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഒന്നാമത്. മനസ്സിലായില്ലേ? ഈ ഒന്നാമനാവാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ സ്വയം ജീവിതം മറന്നു പോകുന്ന അനേകമായിരം പേരുണ്ട്. അതറിയോ? ആൾക്കാരുടെ വിചാരം ഒന്നാമനാവുക എന്ന് പറഞ്ഞാൽ കാശ് നേടുക, പ്രശസ്തി നേടുക, അതിനുവേണ്ടി എന്തും ചെയ്യാന്നുള്ള ഓട്ടപ്പാച്ചിലുകളുടെ ഇടയ്ക്ക് മറന്നു പോകുന്ന ഒരു ചെറിയൊരു സംഭവമുണ്ട്. ആ ചെറിയ സംഭവം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഗണിതങ്ങളിൽ ഒരിക്കലും എണ്ണിത്തീരാൻ പറ്റാത്തത്ര വലിയ ഗണിതമാണ്. എന്താണെന്നറിയോ? ജീവിതം എന്ന മാത്തമെറ്റിക്സ്. അതിനെ പലരും പലവട്ടം പല രീതിയിലും മറന്നു പോകണം. ചില അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ മക്കൾക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഓടുന്നു. ചില മക്കൾ, ഭാര്യയും കുട്ടികളൊക്കെ ആയതിനു ശേഷം ഭാര്യയ്ക്കും മക്കൾക്കും സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഓടുന്നു. ചില ഭാര്യമാർ മക്കൾക്കും ഭർത്താവിനും സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഓട്ടാണ്. ഇതൊക്കെ എന്തിനുള്ള ഓട്ടാണ്? ഒന്നാമനാവാൻ വേണ്ടിയുള്ള ഓട്ടാണ്. പക്ഷേ ഇവരൊക്കെ ഓടിത്തടന്ന് ആ കാശൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴേക്കും സത്യത്തിൽ പറയുകയാണെങ്കിൽ വീട്ടിലുള്ള മക്കളാവട്ടെ ഭാര്യയാവട്ടെ, ഇപ്പോൾ അച്ഛനമ്മയ്ക്കാണെങ്കിൽ മക്കൾ, ഭർത്താവിനാണെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവ്, ഇവർ സത്യത്തിൽ സ്നേഹിക്കാൻ ഇങ്ങനൊരു വ്യക്തിയുണ്ട് എന്നുള്ള കാര്യം മറന്നുപോകും. ഈ പൈസയ്ക്ക് വേണ്ടി ഓടുന്ന ഒരു വ്യക്തി ഒരു ATM മാത്രമായി മാറും, ഒരു പൈസയ്ക്കുള്ള മെഷീൻ മാത്രമായി മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രത്തോളം ഓടിത്തടന്നവൻ ഒന്നാമനായോ? എവിടെയാണ് മനുഷ്യൻ ഒന്നാമനാവണത്?
അവനവൻ്റെ ജീവിതം നമ്മുടെ ജീവിതം എന്നുള്ള ചിന്തയിൽ നിന്നും ആരൊക്കെയും ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഈ ഭൂമിയിൽ നൽകി പോകാൻ കഴിയുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഒന്നാമൻ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങൾ നമുക്ക് വരില്ലേ, ആ ഘട്ടങ്ങളിൽ നമ്മുടെ ചെറിയ സന്തോഷങ്ങളുണ്ടാവും. ആ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ ചുറ്റും ആൾക്കാരുടെ ഒപ്പം നമ്മുടെ ദുഃഖം സന്തോഷമൊക്കെ പങ്കിടില്ലേ, ആ പങ്കിട്ട് ദുഃഖത്തിൽ നമ്മളൊപ്പം ചേർന്ന് ആ ദുഃഖത്തിനൊപ്പം അവർക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ നമ്മൾ ഒന്നാമനാണ്. സന്തോഷത്തിൽ നമ്മൾ പങ്കുകൊള്ളുമ്പോൾ നമ്മൾ ഒന്നാമനാണ്. അതിൻ്റെ പകരം ഓട്ടം ഓടിയിട്ട് നീ ആരാന്നും കൂടി അറിയാതെ ഈ സൂപ്പർമാനെ പറക്കുമ്പോൾ ഒരു പറക്കും പറഞ്ഞിട്ട് എന്തെങ്കിലും ദിവസം തിരിച്ചു വരുമ്പോൾ നീ കുടുംബത്തിൽ തന്നെ വട്ടപൂജയായി മാറിയിട്ടുണ്ടാവും. കാരണം നിന്നെ ഓർക്കാൻ ആർക്കും സമയം ഉണ്ടാവില്ല. കാരണം നീ ഇത് മുഴുവൻ ചെയ്യണത് നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഒന്നാമനാവാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നീ ഒന്നാമനായോ എന്നൊരു ചോദ്യം കൂടി വരും. പിന്നെ മനുഷ്യൻ്റെ ആർത്തിക്ക് ഒരതിരില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിച്ചോ, പെട്ടെന്ന് തന്നെ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കാനും വസ്ത്രം കൊടുക്കാനും നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ആദ്യം ഭക്ഷണം കഴിക്കാനില്ലാത്തപ്പോൾ എനിക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും വേണമെന്നല്ല പ്രാർത്ഥനയായിരിക്കും. നല്ല വസ്ത്രവും ഭക്ഷണവും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ ചിന്ത എന്തായിരിക്കും? പ്രശസ്തി നേടണം, അതിലൂടെ ഒന്നാമനാവണം. യഥാർത്ഥ പ്രശസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും നൽകുന്ന സമ്മാനങ്ങളാണോ, അല്ലെങ്കിൽ ആരെങ്കിലും നൽകുന്ന ബിരുദുകളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈസ് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നാമനാണ് നൽകുക, നിങ്ങൾ ഒന്നാമനാവുമോ? നിങ്ങൾ ഒന്നാമനാവണമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ചില ആൾക്കാരുടെ ഹൃദയങ്ങളിൽ നിങ്ങളൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ടാവണം. ആ സ്ഥാനത്ത് നിങ്ങളുടെ കർമ്മഫലത്തോടു കൂടി നിങ്ങൾ ഒന്നാമനാവണം. എന്നാൽ മാത്രമേ നിങ്ങൾ ഒന്നാമനാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി അമ്മയ്ക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാം. ഇപ്പം നോക്ക്, ഞാൻ ചെറുതായിട്ടൊരു ഇത് പറയാം. എന്തറിയോ, ഇപ്പോൾ ഒരുപാട് കുറച്ച് കാശൊക്കെ ആയി, അത് പിന്നെയും കാശുണ്ടാക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടുത്തണം, എൻ്റെ അങ്ങനെ ഓട്ടത്തോടായിട്ട് ഒരാൾ നടക്കുകയാണ്, ഒരു മനുഷ്യൻ, ഒരാൾ. അപ്പോൾ ആ മനുഷ്യൻ എല്ലാം ചെയ്ത് ഇവർക്ക് പൈസയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനൊരു ഒന്നാമനാവണം എന്നുള്ള പ്രശസ്തി എല്ലാം കിട്ടണം എന്നുള്ള രീതിയിൽ ഓടി തളർന്ന് വരുമ്പോഴേക്കും വീട്ടിൽ പോലും ആള് ഒരു ATM കാർഡ് മാത്രമായിരിക്കും മറ്റുള്ളവർക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ ആൾ എങ്ങനെ ഒന്നാമനായി? പൈസ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒന്നാമനാവാൻ പറ്റുമോ? പറ്റില്ല. ആ കൊടുക്കേണ്ട സമയം, ആ കൊടുക്കേണ്ട സ്നേഹം, കൊടുക്കേണ്ട സ്നേഹം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം, മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം, സഹോദരങ്ങൾക്ക് കൊടുക്കുക, ഇതൊന്നും കൊടുക്കാറുണ്ട്. അവർക്ക് പൈസ മാത്രം കൊടുത്ത് ആളുടെ ജീവിതം ഈ രീതി എനിക്ക് ഒന്നാമനാവുന്നതിലും എല്ലാവരുടെയും ഞാൻ അങ്ങനെയുള്ള ഓട്ടത്തിൽ ജീവിക്കാൻ മറന്നുപോയി. ആളുടെ വിചാരം ഞാൻ ഒന്നാമനായി എന്നാണ്. പക്ഷെ ഒരിക്കലും ഒന്നാമനാവുന്നില്ല. ഒന്ന്, ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ അവർ നിത്യവൃത്തി ഓരോരോ ദിവസം കിട്ടുന്നത് കൊണ്ട് ജീവിതം ആസ്വദിച്ച് ജീവിച്ച് അവൻ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം വീട്ടിലേക്ക് വന്നു, അവൻ്റെ കുടുംബം നോക്കി, ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ, അങ്ങനെ ചെറിയ ഇപ്പം അങ്ങനെയൊക്കെയല്ലേ. പിന്നെ അവർ സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് അവരുടെ എന്താ പറയുക, അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് അവർ ആസ്വദിച്ച് ജീവിച്ച് അന്ന് മുഴുവൻ അവരുടെ കൂടെ കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ജോലിക്ക് പോകണം. ആ മനുഷ്യനാണ് ഒന്നാമൻ. കാരണം ആൾക്ക് വീട്ടിലെ സ്നേഹം അനുഭവിക്കാൻ പറ്റി, അതുപോലെ സമ്പാദിക്കാനും പറ്റി, അവർക്ക് വേണ്ടതൊക്കെ ചെയ്യാനും പറ്റി. ആ മനുഷ്യനല്ലേ ശരിക്കും ഒന്നാമൻ. അല്ലാണ്ട് ഞാൻ വാരിപ്പിടിക്കണം, അയ്യോ ഞാൻ ഒരുപാട് സമ്പാദിക്കണം, ഇതുപോരാ, എനിക്ക് അവരെ പോലെ ആവണം, എനിക്ക് മറ്റുള്ളവരെ പോലെ ആവണം, അവൻ അത്ര അതിനേക്കാൾ വലിയവനാവണം, അങ്ങനെയുള്ള ചിന്ത കൊണ്ട് ഓടി 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 തളർന്ന് അവരൊരുപാട് സമ്പത്ത് ഉണ്ടാക്കും. പക്ഷെ ജീവിതത്തിൽ ഒരു ദിവസം ആ മക്കളും ആ കുടുംബക്കാരനെ പറയും, ഞങ്ങൾക്ക് ആ മനുഷ്യൻ സ്നേഹം നൽകിയിട്ടില്ല, കുറെ കാശ് നൽകി. എത്രയോ ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടു. പിന്നെ എന്തറിയോ, ഞങ്ങൾക്ക് അച്ഛനത്ര വലിയ അച്ഛനെ കണ്ട ഓർമ്മകൾ ശരിക്കില്ല. ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ചു അല്ല, കാശിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ഞങ്ങളെ സ്നേഹിച്ചില്ല എന്നൊരു ദിവസം പറയും. അപ്പോൾ അവരെങ്ങനെ ഒന്നാമനാവും? അപ്പോൾ ഈ പ്രശസ്തിയോ ഇപ്പോൾ രാഷ്ട്രീയത്തിലോ അവരൊക്കെ കണ്ടില്ലേ ഓരോരോ കാര്യങ്ങൾ കൂടി നടന്ന് അവർ പ്രശസ്തിയല്ല അവർ സമ്പാദിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവർ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത ആ ജനങ്ങളുടെ മനസ്സിൽ അവർ ഒന്നാമനാണ് അല്ലേ, അവരൊന്നാമനായിരിക്കും. അപ്പോൾ അങ്ങനെ പല മേഖലകളിലും ഉണ്ട് ഒന്നാമനാവാനുള്ള ഓരോരോ വഴികൾ. പക്ഷെ അത് മറന്നിട്ട് ഞാൻ ഒന്നാമനാവണം എന്ന് പറഞ്ഞ് അവർ പോണ വഴികൾ വേറെയാണെങ്കിൽ അവരൊരിക്കലും ജീവിതത്തിൽ സീറോ ആയിരിക്കും അല്ലേ. ആലോചിച്ചു, മക്കൾക്ക് സ്നേഹം കിട്ടിയില്ല എന്ന് പറയും, ഭാര്യ സ്നേഹം കിട്ടിയില്ല എന്ന് പറയും, അച്ഛനമ്മ പറയും അയ്യോ അവൻ്റെ ഒരു സാന്ത്വന വാക്ക് കേൾക്കാനോ അവൻ്റെ ഒരു സ്നേഹവാക്ക് കേൾക്കാനോ വർഷങ്ങളായി കാത്തിരിക്കണമെന്ന് പറയും.
അപ്പൊ കുറച്ച് നാട്ടുകാർ, മുഖം അറിയാത്ത കുറച്ച് നാട്ടുകാർ പറയും സമ്പന്നനാണ് പറയും, സമ്പന്നനാണെന്ന് പറയും, ഒന്നാമനാണെന്ന് പറയും. എന്തായാലും സമ്പന്നനാണ്, ഒരുപാട് പ്രശസ്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്, വളരെ വലിയ ആളാണെന്ന് പറയും. അത് ഒന്നാമനാവില്ല. അപ്പോഴും ഒന്നാമനാവണമെങ്കിൽ ആളുടെ പിന്നെ നമ്മുടെ മനസ്സാക്ഷി പറഞ്ഞ ഒന്നില്ലേ, ആ മനസ്സാക്ഷിയുടെ മുമ്പിലാണ് നമ്മൾ ആദ്യം ഒന്നാമനാവുന്നത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതേ നമ്മൾ പുറത്തും കാട്ടാവും. നമ്മുടെ നാവിൻ തുമ്പത്ത് വരുന്നതായിരിക്കണം, നമ്മുടെ മനസ്സിലുള്ളതായിരിക്കണം നാവിൻ തുമ്പത്ത് വരുന്നത്. അല്ലാണ്ട് മനസ്സിലൊന്ന് നാവിൻ തുമ്പത്ത് മറ്റൊന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതും ഒന്നാമനല്ല. അവരൊരിക്കലും അവരുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ പോലും ഒന്നാമനല്ലാത്ത ആ ആൾക്ക് പിന്നെ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ ഒന്നാമനാവാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. ഒന്നാമെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സാക്ഷി ആദ്യം സമ്മതിക്കണം, നീ ഒന്നാമനായി അല്ലെങ്കിൽ നീ ഒന്നാമനാണ് എന്നാൽ മനസ്സാക്ഷി സമ്മതിച്ചതിൻ്റെ ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ. അപ്പോൾ മനസ്സാക്ഷിക്ക് നിരക്കാത്തതായിട്ട് നമ്മൾ ഒന്നും ചെയ്യാതെ മനസ്സാക്ഷി നമ്മളോട് നിന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി നീ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം മനസ്സിലുണ്ടെങ്കിൽ അവനാണ് ശരിക്കും ഒന്നാമൻ. അതിൻ്റെ ശേഷമാണ് ജനങ്ങളുടെ മുമ്പിലോ കുടുംബത്തിൻ്റെ മുമ്പിലോ ഒന്നാമനാവേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഒന്നാമനാവും, അവനൻ്റെ മുമ്പിൽ. കാശ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പത്ത് നിങ്ങൾ ഒന്നാമനാണ്, നിങ്ങളുടെ മക്കളുടെ മുമ്പത്ത് നിങ്ങൾ ഒന്നാമനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒന്നാമനല്ല. കാരണം മനസ്സാക്ഷി മുമ്പത്ത്. പിന്നെ ജീവിതത്തിലെ ഏറ്റവും ഒന്നാമനാരാന്ന് ചോദിക്കുമ്പോൾ അതിന് ചെറിയൊരു ഉത്തരം ഞാൻ പറയട്ടെ. യഥാർത്ഥത്തിൽ ഒന്നാമനാരാന്ന് ചോദിച്ചാൽ ഇപ്പം അമ്മേനെ തോൽപ്പിച്ചവൻ്റെ മുമ്പത്ത് തോറ്റു എന്ന് കാണിക്കാതെ പുഞ്ചിരിയോടെ തലയുരുത്തി നടക്കാൻ കഴിയുന്നവൻ ഒന്നാമൻ. ഇപ്പം നിങ്ങളെ തോൽപ്പിച്ച ഒരാൾ എല്ലാം കൊണ്ടും നിങ്ങളെ തോൽപ്പിച്ചു, തകർത്തു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് നിങ്ങളുടെ എതിരിൽ വന്ന് നിൽക്കുമ്പോൾ മുഖത്ത് നോക്കി തല ഉയർത്തി നിന്ന് പുഞ്ചരിച്ചിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലെന്ന് നല്ല ധൈര്യത്തോടെ നടക്കില്ലേ യഥാർത്ഥ ഒന്നാമൻ? സ്വന്തം കുടുംബത്തെ ചങ്കുപോലെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാവട്ടെ, പുരുഷനാവട്ടെ, പെണ്ണാവട്ടെ, ഒരു ഫാമിലിയിൽ ഏതൊരു വ്യക്തിയായാലും അയാളാണ് ഒന്നാമൻ. പിന്നെ ലോകം തരുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ഒരു മേടയിൽ തരുന്ന പുരസ്കാരങ്ങളിലല്ല. ഓരോ കുടുംബവും നമ്മൾ ജീവിച്ചതിന് ശേഷവും നമ്മുടെ ജീവിതം ജീവിച്ചിരിക്കുമ്പോഴും ഇതുപോലെ ആവണം ഒരു മനുഷ്യൻ എന്ന ഒരു മനസ്സിൽ കരുതുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും ഒന്നാമനാവുന്നത്, അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നാമൻ, എല്ലാവരും ഒന്നാമനാവണം. ഒന്നാമനാവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചെടുക്കുന്നത്. പക്ഷെ ആവേണ്ടത് ജനഹൃദയങ്ങളിലാണ്. അവർ ആരും അറിയാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ പേര് നിങ്ങളറിയാതെ പറയണം നിങ്ങളാണ് ഒന്നാമെന്ന്. അത് ഇനിയിപ്പോൾ ലക്ഷക്കണക്കിന് പറഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾ ഒന്നാമനാവണം ആദ്യം. എന്താ പറഞ്ഞാൽ ഞാൻ ഒന്നാമനാവാൻ വേണ്ടി ഞാനാണ് എൻ്റെ മനസ്സാക്ഷി വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പരിപൂർണ ബോധം നിങ്ങൾക്ക് തെറ്റുകൾ മനസ്സിന് സംഭവിക്കാം. പക്ഷെ ആ തെറ്റുകൾ തിരുത്തിയും അവർക്ക് ഒന്നാമനാവാം. ആ തെറ്റുകൾ തിരുത്തി ശരി വഴിക്ക് പോയി ശരിയായ തീരുമാനങ്ങളും ശരിയായ രീതിയിലൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒന്നാമനാണ്. അപ്പം നിങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ ആദ്യം ഒന്നാമനാവാൻ ശ്രമിക്കൂ. അതിനുശേഷം ജനങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അതേ മനസാക്ഷിയോടെ കൂടി നിങ്ങൾ എല്ലാവരോടും പെരുമാറി നോക്കൂ. നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും അതുപോലെ ആണെങ്കിൽ നിങ്ങൾ ഒന്നാമനാണ്. അല്ലാണ്ട് ഒരുപാട് പണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒന്നാമനാവില്ല. കാരണം കൂലിപ്പണിയെടുത്ത് അവൻ്റെ നാട്ടിൽ ജീവിക്കും, പണക്കാർ അവർക്കുള്ള പണം കൊണ്ട് അവർ ജീവിക്കും. അവിടെ ഒന്നാമെന്നുള്ള പ്രശ്നമൊന്നും വരില്ല. ആ പണം നമ്മൾ എവിടെ കൊണ്ടുപോകണ്ടോ? നമ്മുടെ യാത്രയാകുമ്പോൾ നമ്മൾ വെറും കൈയോടെയാണ് പോകുന്നത്. അപ്പോൾ ആ പണം കൊണ്ട് നമുക്ക് എന്താ ഒന്നാമനാവാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവൃത്തികളും അതാണ് നമ്മളെ ഒന്നാമനാക്കി മാറ്റുന്നത്, അല്ലേ? ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ആദ്യം പറയേണ്ടത് നിന്റെ കുടുംബത്തിൽ, പിന്നെ നിന്നെ അറിയുന്ന 4 പേര് നിന്നെ ഹൃദയത്തിൽ സ്ഥാപിച്ചാൽ നീ ഒന്നാമനാണ്, അല്ലേ? അതിനേക്കാളും മുമ്പ് അമ്മ പറഞ്ഞ പോലെ നിന്റെ ഹൃദയത്തിൽ നിനക്ക് തോന്നണം ഞാൻ ജീവിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ വന്നാൽ തീർച്ചയായിട്ടും നീ ഒന്നാമനാണ്, അല്ലേ? ലാസ്റ്റ് കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇട്ടു. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ, അത് കൂടുതലൊന്നുമില്ല കേട്ടോ, ഒരു തുള്ളി കണ്ട ഇത്രയും ഇട്ടു. അതൊരു മണം എന്താ പറയുക, നമ്മൾ കറുവട്ട കതിലാണെങ്കിലും. എന്നിട്ട് അങ്ങനെ ഇവിടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കായ് ബീൻസും കൂടിയുള്ള മെഴുക്ക് വരട്ടി റെഡി. അപ്പോൾ പരിപൂർണമായ സ്നേഹത്തെ ഒരു കളങ്കവുമില്ലാതെ
ഒരുപാട് പേർക്ക് പങ്കിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിന്നാലാവുന്ന വ്യക്തികൾക്ക് നീ സത്യസന്ധമായി പങ്കിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ നീ സത്യസന്ധനാണെങ്കിൽ നിന്റെ മരണശേഷവും നിന്നെ അവർ ചിന്തിക്കും, തീർച്ചയായും നീ ഒന്നാമനാണ്. നീ നീ ജീവിച്ചിരിക്കുമ്പോഴും നിന്റെ മനസാക്ഷിയുടെ മുമ്പിലും നീ യാത്രയായ ശേഷവും നീ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഒരാളെങ്കിലും നിന്നെ ഒന്നാമനായി ഓർമ്മപ്പെടും. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ, നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷങ്ങളിൽ നമ്മൾ നൽകുന്ന സ്നേഹം അത് പരിപൂർണമായ ഹൃദയത്തിൽ നിന്നായിരിക്കണം. അത് ഒരു വ്യക്തിക്ക് നൽകിയാലും ആ വ്യക്തി പറയണം, എനിക്കും ജീവിതത്തിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ ഒന്നാമനാണ് എന്ന് പറയാൻ ഒരാളുടെ ലക്ഷക്കണക്കിന് ആൾക്കാർ നമുക്ക് വേണമെന്നില്ല. ഒരു വ്യക്തിയെങ്കിലും ഒരു ദിവസമെങ്കിലും പറയണം, ഒരു കാലത്തൊരാൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു, ആ ഒരു വ്യക്തി എനിക്ക് നൽകിയ സ്നേഹം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണെന്ന് നിങ്ങൾ പറയിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ലോകം മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒന്നാമൻ നിങ്ങളാവും, നിങ്ങൾ മാത്രമാവും, അല്ലേ? അപ്പോൾ ഇതാണ് ഒന്നാമൻ. ഒന്നാമനാവാനുള്ള ഓട്ടത്തിൽ ജനങ്ങൾ മറന്ന് കാശിൻ്റെ പിന്നാമ്പുറത്തോടുന്നു, സമ്പത്തിൻ്റെ പിന്നാമ്പുറത്തോടുന്നു, പ്രശസ്തിയുടെ പിന്നാമ്പുറത്തോടുന്നു, സൗന്ദര്യത്തിൻ്റെ പിന്നാമ്പുറത്തോടുന്നു, ഉള്ള സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പോകുന്നു. ചിലർ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി പോകുന്നു. ചന്ദ്രമണ്ഡലത്തിൽ പോയിട്ട് വല്ല വീട് കെട്ടാൻ വേണ്ടി ആൾക്കാർ പ്രയത്നം, ചില ഭൂമി വല്ല പ്രളയം വന്നാൽ ഇനി എവിടെയെങ്കിലും ഒരു ഗ്രഹത്തിൽ പോയി ജീവിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കിയിട്ട് അവിടെ ചെയ്യുന്ന വ്യക്തികളൊന്നും അല്ല ഒന്നാമൻ. ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്നുണ്ട്, അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു സത്യം നമ്മുടെ പിന്നാമ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്നും മരണം നിൻ്റെ കൂടെയുണ്ട്, മറക്കാതെ എന്ന് പറയുന്ന ചിന്ത നിനക്ക് എന്നും ഉണ്ടാവണം. അത് കാരണം കൊണ്ട് ഭൂമിയിൽ ഒരുപാട് പേർക്ക് കൊടുക്കാൻ നിനക്ക് സാധിച്ചില്ലെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ഒരു ഹൃദയത്തെങ്കിലും അടയാളം പതിപ്പിക്കാൻ സാധിച്ചാൽ, നിൻ്റെ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടെങ്കിൽ, കാലങ്ങൾക്കപ്പുറം നീ ഓർമ്മപ്പെടുന്നുണ്ടെങ്കിൽ നീ ഓടിയ ഓട്ടത്തിനൊരർത്ഥമുണ്ട്. യഥാർത്ഥമായ ഒന്നാമൻ നീ തന്നെയാണ്. സമ്പത്തിലൂടെയല്ല, പ്രശസ്തിയിലൂടെയല്ല, മനസ്സിലൂടെ, നന്മയിലൂടെ ഒരാൾക്ക് ഒന്നാമനാവാൻ കഴിയും. ആ ഒന്നാമൻ്റെ മുമ്പിൽ ലോകത്തെ ഒരു പ്രശസ്തിയും പണവുമുള്ള ഒരാൾക്കും ഒന്നാമനാവാൻ സാധിക്കില്ല. ആദ്യം കുടുംബത്തെ സ്നേഹിക്കുക, ചുറ്റുവട്ടങ്ങളെ സ്നേഹിക്കുക, നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, നിന്നെ വെറുക്കുന്നവരെന്നും പറഞ്ഞ് തലകുനിച്ച് തകർന്നു പോവാതെ പുഞ്ചിരിയോടെ നിന്ന ആത്മവിശ്വാസത്തിൻ്റെ പേരും ഒന്നാമനാണ്. അപ്പോൾ ഒന്നാമനായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇനിയും മുന്നേറി ഒന്നാമനായി വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമൻ എന്നുള്ള ഇന്നത്തെ യൂട്യൂബ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം, അല്ലേ? ഒരിക്കൽ കൂടി ഞാൻ പറയണം, നിങ്ങളുടെ മനസ്സാക്ഷിയുടെ മുമ്പിലേ ആദ്യം ഒന്നാമനാവാവൂ, അതിനുശേഷമേ മറ്റുള്ളത് എന്തുള്ളൂ. അപ്പം നിങ്ങൾ തനിയെ നിങ്ങളുടെ മനസ്സാക്ഷി അപ്പോൾ ശുദ്ധമായി, നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് നിങ്ങളെ ബോധപ്പെടുത്താൻ കഴിയുമ്പോഴാണ് നിങ്ങളൊന്ന്. അതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തനിയെ ഒന്നാമനായിക്കോളൂ. ഓക്കെ? അപ്പൊ ഇതാ കണ്ടില്ലേ, മെഴുക്ക് പുരട്ടി ഇത്രയേ ഉള്ളൂ, പെട്ടെന്നാവും. അപ്പോൾ ഇത് നേന്ത്രക്കായ ആണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും. ഇത് മറ്റേ എന്താ ചെട്ടിക്കായ അങ്ങനെ എന്താ പറയുക, അതാണ്. നേന്ത്രക്കായ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഈ കായ കണ്ടപ്പോൾ എനിക്കൊന്ന് വെക്കണമെന്ന് തോന്നി വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ എല്ലാവർക്കും കേട്ടോ. ഒരിക്കൽ കൂടി